ഏഷ്യാനെറ്റിൽ സൂപ്പർ ഹിറ്റായി സംപ്രേഷണം ചെയ്തിരുന്ന പരമ്പരയാണ് ഗൗരി ശങ്കരം. പരമ്പര അവസാനിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷത്തോളമായി. എന്നിരുന്നാൽ കൂടി പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങളും ഇന്നും മലയാള ടെലിവിഷൻ പ്രേക്ഷകരുടെ മനസ്സിൽ തിളങ്ങി നിൽക്കുന്നുണ്ട്. ഇപ്പോഴിതാ പരമ്പരയിലെ വില്ലന്റെ വേഷം അവതരിപ്പിച്ചിരുന്ന ധ്രുവൻ എന്ന കഥാപാത്രം ചെയ്തിരുന്നത് നടൻ നിതീഷ് പുരുഷോത്തമനായിരുന്നു. താരത്തിൻ്റെ വിവാഹം ഇന്നായിരുന്നു. താരത്തിൻ്റെ വിവാഹ വീഡിയോസും ഫോട്ടോസുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. പ്രണയവിവാഹമായിരുന്നു നിതീഷിൻ്റേത്. ധ്രുവൻ എന്ന ഒരൊറ്റ കഥാപാത്രത്തിലൂടെയാണ് താരം മിനി സ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ ഇത്രയധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ളത്. മോഡലിങ്ങിലൂടെയാണ് താരം അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. ആദ്യത്തെ പരമ്പരയാണ് താരത്തിൻ്റേത്. ഗൗരി ശങ്കരം എന്ന സീരിയലിൽ വില്ലനാണെങ്കിൽ കൂടി നിരവധി ആരാധകർ, അതായത് പെൺകുട്ടികളായിരുന്നു താരത്തിന് കൂടുതലും ആരാധികമാരായി ഉണ്ടായിരുന്നത്. കാരണം വളരെ സ്മാർട്ടും ചുറുചുറുക്കുമായിട്ടുള്ള ഒരു വില്ലൻ തന്നെയായിരുന്നു ഗൗരി ശങ്കരത്തിലെ ധ്രുവൻ എന്ന കഥാപാത്രം. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ആരാധകരെ സ്വന്തമാക്കാൻ മോഡലിങ്ങിലൂടെയാണ് താരം അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. ഒരുപാട് മോഡലിംഗ് ഫോട്ടോഷൂട്ടുകളും എല്ലാം തന്നെ താരം നടത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് താരത്തിന് ഗൗരി ശങ്കരം എന്ന പരമ്പരയിലേക്ക് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചത്. ആദ്യ പരമ്പരയിലൂടെ തന്നെ തനിക്ക് മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ മനം കവരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും താരം ഒരിക്കൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് താരത്തിൻ്റെ വിവാഹ ദിവസമായിരുന്നു. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചാണ് താരത്തിൻ്റെ വിവാഹം നടന്നത്. പ്രണയ വിവാഹമായിരുന്നു നിതീഷിൻ്റേത്. നിതീഷ് വിവാഹം കഴിച്ചിരിക്കുന്നത് അഷ്ടമി എന്ന പെൺകുട്ടിയെയാണ്. അഷ്ടമി ഒരു ഡാൻസറാണ്. അഷ്ടമിയെ താൻ പരിചയപ്പെടുന്നത് തന്നെ അഷ്ടമിയുടെ ഒരു ഡാൻസ് പെർഫോമൻസ് കണ്ടുകൊണ്ട്, അത് കണ്ട് തനിക്ക് ഒരുപാട് ഇഷ്ടമായെന്നും അങ്ങനെയാണ് അഷ്ടമിയെ താൻ പ്രപ്പോസ് ചെയ്യുന്നത് എന്നും താരം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ പ്രപ്പോസൽ അവൾ സ്വീകരിച്ചു. അങ്ങനെ ഞങ്ങൾ പ്രണയത്തിലായി. ട്രിവാൻഡ്രം ടു കണ്ണൂരാണ്. സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവാണ് നിതീഷും അതുപോലെ തന്നെ അഷ്ടമിയും. തങ്ങളുടെ എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയാസിലൂടെ നിതീഷും അഷ്ടമിയും പങ്കുവയ്ക്കാറുമുണ്ട്. വിവാഹത്തിൻ്റെ സേവ് ദ ഡേറ്റും മറ്റു വിശേഷങ്ങളും എല്ലാം തന്നെ നിതീഷ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അമ്മയോട് ഒരുപാട് അറ്റാച്ച്മെൻ്റ് ഉള്ള കുട്ടിയാണ് അഷ്ടമി. അതുകൊണ്ട് തന്നെ വിവാഹം കഴിഞ്ഞ് നിതീഷിൻ്റെ വീട്ടിലേക്ക് പോകാൻ നേരത്ത് അഷ്ടമി പൊട്ടിക്കരയുകയായിരുന്നു. താൻ അമ്മയെ പിരിഞ്ഞ് ഇതുവരെ നിന്നിട്ടില്ലെന്നും അമ്മയോടൊപ്പമാണ് താൻ എന്നും കിടക്കാറുള്ളതെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു അഷ്ടമി പൊട്ടിക്കരഞ്ഞത്. അഷ്ടമിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് നിതീഷും പിന്നീട് അവർ സന്തോഷത്തോടു കൂടി തിരിച്ചു പോവുകയായിരുന്നു. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ തന്നെയാണ് വിവാഹ ചടങ്ങുകളെല്ലാം തന്നെ നടത്തിയത്. നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ അറിയിക്കുന്നത്. ഇപ്പോൾ താരങ്ങൾ പങ്കുവച്ചിരിക്കുന്ന ഫോട്ടോസും അതുപോലെ വീഡിയോസുമാണ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലാകുന്നത്. നിരവധി താരങ്ങളും അതുപോലെ നിരവധി പ്രേക്ഷകരുമാണ് നിതീഷിനും അഷ്ടമിക്കും ആശംസകൾ നേർന്നിരിക്കുന്നത്.